ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ലൈനിങ് നല്ല പീസും കൂടി യോജിപ്പിച്ചെടുക്കാം. അതായത് കഴുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗമാണ് ഞാൻ ആദ്യം യോജിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ കഴുത്തിൻ്റെ അതേ അളവിൽ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ട് വേണം നമുക്ക് കഴുത്തുമ്മ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അത് കഴുത്തുമ്മ അതേപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ച് പിടിപ്പിച്ച് നമുക്കത് ആ സെൻറ്റർ ഭാഗം വി വരുന്ന ഭാഗമല്ലേ അവിടെ ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതിച്ചടിച്ചതിന് ശേഷം വേണം നമുക്കത് ബാക്ക് വശത്തേക്ക് മറച്ചു കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ലൈനിങ് ഒന്ന് നിവർത്തി വെച്ചിട്ട് ആ നമ്മൾ തയ്ച്ച് പിടിപ്പിച്ച ആ പീസില്ലേ അത് ലൈനിങ്ങുമ്മേ നമുക്ക് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹെമ്മിങ് ഇല്ലാതെ നല്ല വൃത്തിയിൽ തന്നെ കഴുത്ത് കിട്ടും. മറ്റേ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് തുന്നി പിടിപ്പിക്കുന്നതിന് പകരം ഇതിപ്പോൾ ഞാൻ ലൈനിങ്ങുമ്മേ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. നല്ല പീസിൽ പെടാതെ ലൈനിങ് നിവർത്തി വെച്ചിട്ട് നമുക്കതിങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പോൾ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കൈക്കുഴി ലൈനിങ്ങും നല്ല പീസും കൂടി ഫുള്ളും അങ്ങനെ തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഷോൾഡർ തൊട്ട് അങ്ങനെ കൈക്കുഴി അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് തയ്ച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം നമുക്ക് ആ ടക്കുകളൊക്കെ അടയാളപ്പെടുത്തിയത് അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം. മെയിൻ ടക്ക് വരുന്നത് മാത്രം നമുക്ക് 2 സ്റ്റിച്ച് വേണം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ടക്കുകളും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ ടക്കുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡ് അതുമേ തയ്ച്ച് പിടിപ്പിക്കണം. ബാൻഡ് നമ്മൾ 3 പീസ് എടുത്തിട്ട് അതിൻ്റെ അടിവശം എടുത്ത് തയ്ച്ച് മറച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇനി ഇതുമേ തയ്ച്ച് പിടിപ്പിക്കാം. അതിനായിട്ട് ഞാൻ സെൻറ്ററിൽ നിന്നാണ് തയ്ക്കണത് കേട്ടോ. ഇങ്ങനെ മറച്ചിട്ടിട്ട് ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചാണ് നമ്മൾ ഒരു സൈഡ് ആദ്യം തയ്ക്കും. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് അങ്ങനെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് കേട്ടോ. അത് 2 വട്ടം 2 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അപ്പോൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ കഴുത്ത് നെക്ക് ആദ്യം തയ്ച്ച് പിടിപ്പിക്കാം. നെക്ക് പിടിപ്പിക്കാനായിട്ട് ആദ്യം നമ്മൾ ലൈനിങ് നല്ല പീസും കൂടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസിന് ചെയ്തതുപോലെ തന്നെ ഒരു പീസ് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്ത് കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം അത് തയ്ച്ച് മറിച്ച് നമ്മൾ ലൈനിങ്ങുമ്മേ മറ്റേ ഫ്രണ്ട് പീസിന് ചെയ്തതുപോലെ തന്നെ ലൈനിങ്ങുമ്മേ തയ്ച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങും നല്ല പീസും കൂടി ഫുള്ളായിട്ടും തയ്ച്ച് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് കൊക്ക് പിടിപ്പിക്കാനുള്ള പട്ട 2 സൈഡിലായിട്ട് തയ്ച്ച് മറിച്ച് പിടിപ്പിക്കാം. രണ്ട് സൈഡിലേക്കുള്ള പട്ട പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ബാക്ക് പീസിൻ്റെ അടിവശം ഒരു പീസ് വെച്ച് തയ്ച്ച് മറയ്ക്കണം. ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ വേസ്റ്റ് വണ്ണത്തിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് താഴെ വെച്ച് തയ്ച്ച് മറിച്ച് അത് നമ്മൾ ഹെമ്മിങ് ചെയ്തെടുക്കണം കേട്ടോ. തയ്ച്ച് പതിച്ചടിച്ചതിന് ശേഷം നമുക്കത് ആദ്യം തയ്ച്ച് വെക്കാം. എന്നിട്ട് ഹെമ്മിങ് ചെയ്ത് കഴിയുമ്പോൾ ആ തയ്യൽ അഴിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്ലീവ് വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് കൈക്ക് നമ്മൾ ലൈനിങ് വെക്കണില്ല. അതുകൊണ്ട് കൈയുടെ താഴ്വശം നമ്മളിങ്ങനെ 2 മടക്ക് മടക്കി തയ്ച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം കൈ ഞാൻ ഇങ്ങനെയാണ് വെക്കണത് കേട്ടോ. കൈക്കുഴിയുടെ അവിടെ തൊട്ട് തയ്ച്ച് തുടങ്ങി നമുക്ക് ആ സെൻറ്റർ ഭാഗത്ത് കുറച്ച് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഞെറി വരുന്നുണ്ട്. പഫ് കൈയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ കുറച്ച് ഞെറി വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ ഞെറി ഇട്ടതിന് ശേഷമല്ല ഞാൻ പിടിപ്പിക്കണത് കേട്ടോ. കൈമ അതുമ വെച്ച് തന്നെയാണ് ചെയ്യണത്. അത് പിന്നെ 2 സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.